പ്രിയമുള്ള നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനീഷ് ആനിക്കാട്. ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ രാത്രിയിലും. ഇപ്പോൾ സമയം കണ്ട് 7:30 മണിയായി. ഞാൻ എൻ്റെ വണ്ടി ഈ മുതിരമല കയറ്റം കയറി വന്ന വഴിക്ക്, ഞാൻ കടകച്ചാലിന് പോവുകയായിരുന്നു. അപ്പോൾ മുതിരമല കയറ്റം കയറി വന്ന വഴിക്ക് വണ്ടി നിന്നുപോയി. എന്നാൽ കറുകച്ചാലിലുള്ള പല മെക്കാനിക്കും പല വർക്ക്ഷോപ്പിലും കയറി ചോദിച്ചു, എനിക്ക് വണ്ടിയില്ലാതെ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ പല വർക്ക്ഷോപ്പുകളും കയറി ഇറങ്ങി നടന്നിട്ടും യാതൊരു ഫലവും കാണാഞ്ഞിട്ടാണ്. ഇത് ജനങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. ഇത് ബന്ധപ്പെട്ട അധികാരികൾ കാണണം. ഇനിയെങ്കിലും രാത്രിയിലാണെങ്കിലും സന്ധ്യാസമയത്താണെങ്കിലും ഒക്കെ ഞങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ വഴിയിൽപ്പെട്ടു പോകുമ്പോൾ വണ്ടിയുടെ മെക്കാനിക്ക് ബന്ധപ്പെട്ടവരെയൊക്കെ അറിയിക്കുമ്പോൾ ഒന്ന് വന്ന് നോക്കാനുള്ള മനസ്സ് കാണിക്കണം. ഇത് വളരെ വിഷമത്തോടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പഞ്ചായത്ത് മെമ്പർ അജിത്ത് മുതിരമലയുടെ വീടിൻ്റെ വാതിക്കലാണ് ഈ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നത്. എന്നാൽ കറുകച്ചാലുള്ള പല വർക്ക്ഷോപ്പുകാരോടും നമ്മളിത് പറഞ്ഞു, എനിക്ക് വണ്ടിയില്ലാതെ ഒരു യാത്ര ചെയ്യാനോ മറ്റ് കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിന് നെത്തലൂർ മുമ്പ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹം അഞ്ചാനി തിയേറ്ററിൻ്റെ അകത്തോട്ട് കിടക്കുന്ന വഴിയിൽ സ്വന്തമായിട്ട് ബിൽഡിങ്ങിൽ വർക്ക്ഷോപ്പ് ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് കണ്ണൻ എന്നാണ്. അദ്ദേഹമാണ് എന്തായാലും കുഴപ്പമില്ല മനീഷേട്ടാ, ഞാനത് നോക്കാം, ഞാൻ കാരണം ആരും വഴി കിടക്കരുതെന്ന് പറയുന്ന അദ്ദേഹത്തിനെ നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ഇതുപോലെയുള്ള മെക്കാനിക്കുകളൊക്കെ വേണം. ഇതുപോലെയുള്ള വണ്ടികളൊക്കെ വഴി കിടക്കുമ്പോൾ ഞാനല്ല, ആരും ആയിക്കൊള്ളട്ടെ, ഏത് സമയത്ത് വിളിച്ചാലും, ഏത് പാതിരാത്രിയിൽ വിളിച്ചാലും, ആര് വഴി കിടക്കുകയാണെങ്കിലും വന്ന് നോക്കും എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കരുത്. കണ്ണുണ്ടായി പോരാ, അത് കാണണമെന്ന് ഡോൺ ന്യൂസ് ഒരിക്കൽ കൂടി പറയുന്നു. ഇതൊരു വാർത്തയല്ല, എൻ്റെ നിസ്സഹായാവസ്ഥ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ അഞ്ചാനി തിയേറ്ററിൻ്റെ എതിർവശമുള്ള ദേവി ടൂ വീലർ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു. എന്നാൽ നമ്മുടെ കണ്ണൻ രാവിലെ തന്നെ കണ്ണൻ്റെ സഹായികളും ചേർന്ന് വളരെ പാടുപെട്ട് മുന്തിക്കൊണ്ടാണ് ഈ വണ്ടി ഇന്ന് ഈ വർക്ക്ഷോപ്പിൽ കൊണ്ടുവച്ചത്. എന്നാൽ എന്നോട് ശ്രീ കണ്ണൻ പറഞ്ഞത്, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും തീർത്ത് തരാം എന്നാണ് പറഞ്ഞത്. ചേട്ടൻ്റെ നിസ്സഹായാവസ്ഥ എനിക്ക് അറിയാം, അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വണ്ടിയുടെ കംപ്ലീറ്റ് പണി തീർത്ത് തരാമെന്നാണ് പറഞ്ഞത്. ഇതുപോലെയുള്ളവരെയാണ് നമ്മൾ കാണേണ്ടത്. ഇതുപോലെയുള്ള മെക്കാനിക്കുകളൊക്കെയാണ് ഇനിയും വരേണ്ടത്. അല്ലാതെ എൻ്റെ വണ്ടി വഴി കിടക്കുകയാണ്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഫോൺ വഴി കാട്ടിത്തരണം എന്ന് പറഞ്ഞപ്പോൾ മുഖം തിരിച്ചു പോകുന്ന മെക്കാനിക്കുകളൊന്നുമല്ല ഇനി വരേണ്ടത്. അപ്പോൾ അവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. ഇത് ബന്ധപ്പെട്ട അധികാരികൾ കാരണം കണ്ണു തുറക്കണമെന്ന് ഇന്നലെ പറഞ്ഞതാണ്. എന്നാൽ വീണ്ടും ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്നത് എൻ്റെ നിസ്സഹായാവസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ കണ്ണൻ്റെ ദേവി ടൂ വീലർ വർക്ക്ഷോപ്പിൻ്റെ മുമ്പിൽ നിന്നും മനീഷ് ആനിക്കാട് ഡോൺ പറയുന്നു. നമസ്കാരം, എൻ്റെ പേര് അജിത്ത് മുതിരമല. ഇന്ന് എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ നടന്ന ഒരു സംഭവമാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് മനീഷ് ആനിക്കാട് അദ്ദേഹത്തിൻ്റെ അമ്മയുമായി കറുകച്ചാലിന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി തകരാറിലാകുകയും അദ്ദേഹം പല ആളുകളുമായി ബന്ധപ്പെട്ടു. വൈകുന്നേരം ഒരു 7:30 കൂടിയാണ്. എന്നാൽ അധികമാരും അതിന് മറുപടി കൊടുക്കാതിരുന്നപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ
ദേവി വർക്ക്ഷോപ്പ്, നമ്മുടെ അഞ്ചാനി തിയേറ്ററിന് സമീപം ദേവി വർക്ക്ഷോപ്പ് നടത്തുന്ന കണ്ണൻ ഓടിയെത്തി അദ്ദേഹത്തെ സഹായിച്ചു. വണ്ടി കൊണ്ടുപോകാൻ മാർഗമില്ലാത്തത് കൊണ്ട് പെട്ടിയോട്ടോ വിളിച്ച് നാളെ രാവിലെ വണ്ടി കൊണ്ടുപോയി നന്നാക്കിയതിന് ശേഷം ചേട്ടനെ ഞാൻ വിളിച്ചോളാം എന്നാണ് മനീഷ് ആനിക്കാടിനോട് പറഞ്ഞത്. വളരെ വലിയൊരു മാതൃകാപരമായ കാര്യം. ഇത് നമ്മൾ അറിയേണ്ടതാണ്. ഇത്തരം നല്ല ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ടാണ് സമൂഹം മുൻപോട്ട് പോകുന്നത്. ഇത് മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു മാതൃകയാണ്. അമ്മയുമായി വൈകുന്നേരം എത്തിയതിന് ശേഷം ഏറെ ബുദ്ധിമുട്ടിയ മനീഷ് ആനിക്കാടിനെ ഒരു വലിയ സംഭവമായി ഇത് തോന്നുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ അറിയിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡോണ്ട് വറി യൂട്യൂബ് ചാനൽ നടത്തുന്ന അദ്ദേഹം ഇതിനായി മുന്നോട്ട് വന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെയും ഒപ്പം ദേവി ടൂ വീലർ വർക്ക്ഷോപ്പ് നടത്തുന്ന കണ്ണനെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. പ്രിയപ്പെട്ട മനീഷ് ആനിക്കാട് ഡോണ്ട് വറി യൂട്യൂബ് ചാനൽ നടത്തുന്നതിനോടൊപ്പം സേവന പ്രവർത്തനങ്ങൾ, സോഷ്യൽ വർക്ക് സമൂഹത്തിൽ കൂടുതൽ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ആളുകൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഓർക്കുന്നത്, ഒരു ദിവസം ഞാൻ പത്തനാട് വഴി സഞ്ചരിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒരു വണ്ടിയിൽ വന്ന ആളുടെ വണ്ടി ടയർ പഞ്ചറാകുകയും ഞാൻ വണ്ടി നിർത്തി അവരെ സഹായിക്കുവാൻ ഇറങ്ങിയപ്പോൾ ഇതിലെ കടന്നുപോയ മനീഷ് ആനിക്കാട് എന്നോട് പറഞ്ഞു, ഞാൻ ഇത് ശരിയാക്കി കൊടുത്തോളാം, ഞാൻ വർക്ക്ഷോപ്പിൽ നാളെ വിളിച്ചുകൊണ്ട് വന്ന് റെഡിയാക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം മുൻപേ എടുത്ത് ചെയ്യുകയുണ്ടായി. അപ്പോൾ അത്തരം രീതിയിലൊക്കെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളിനെ ഇത്തരം രീതിയിൽ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കെന്താ ഒരു ബുദ്ധിമുട്ടാണ് ഞാനിത് പറയുന്നതിനിടയായത്. നാളുകളിൽ ഇത്തരം സംഭവങ്ങൾ ആർക്കാണെങ്കിലും സംഭവിക്കാം. വാഹനവുമായി പോകുന്ന ആർക്ക് സംഭവിച്ചാലും അതിനെ അധികാരികളും അതോടൊപ്പം സാധാരണ ജനങ്ങളാണെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തി എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഇടപഴകണം എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്.